ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു ഷോർട്സിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ 7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ഒരു പീസിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം തുണിയെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ഒരുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മടക്കുവശമാണ് വരുന്നത്. ആ മടക്കുവശത്തിന് വീണ്ടും നമ്മൾ ഒന്നുകൂടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ നേർക്ക് മടക്കുവശവും ഓപ്പോസിറ്റ് വശത്ത് ഒരു മടക്കുവശവും 2 ഓപ്പൺ പീസുമാണ് വരുന്നത്. ഇനി നമുക്ക് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഈ തുണിയുടെ ലെങ്ത് ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന തുണിയുടെ ലെങ്ത് വന്നിട്ട് 18.5 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് മുകളിലായിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് ഞാൻ 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇലാസ്റ്റിക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് 9 ഇഞ്ച്, ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് മുകളിലേക്ക് ആ 1.5 ഇഞ്ചിലേക്ക് നമ്മൾ ആ 9 ഇഞ്ചിൻ്റെ ലൈനൊന്ന് നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ക്രോച്ച് ലെങ്ത് 9 ഇഞ്ച്, നമ്മൾ ആ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 9 ഇഞ്ച് വീതി ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം അവിടെയായിട്ട് എക്സ്ട്രാ ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ബോട്ടം വിട്ടായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു ഷോർട്സ് ആണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് നിവർത്തി ഇട്ടെടുക്കാം. ഇപ്പം 2 പീസായിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ 2 പീസുണ്ട്. ഇതിൻ്റെ ചീത്ത വശമാണ് രണ്ടിൻ്റെയും. ഇനി നമുക്ക് നല്ല വശം ചേർത്തൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നല്ല വശമാണിത്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും നല്ല വശമാണ് ചേർന്ന് വന്നേക്കുന്നത്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ 1/2 ഇഞ്ച് വീതിയിൽ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. ഇവിടെ ഇപ്പം നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചേക്കുവാണ്. 1/2 ഇഞ്ച് വീതിയിൽ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത 2 ക്രോച്ചിൻ്റെ ഭാഗവും സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കുവാണ്. കണ്ടില്ലേ, ഇവിടുത്തെ ക്രോച്ചും കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗം, അതുപോലെ തന്നെ താഴത്തും ക്രോച്ചിൻ്റെ ഭാഗം, സ്റ്റിച്ചിട്ടെടുത്ത ഭാഗം. ഇപ്പോൾ ഉള്ളിലാണ് നല്ല വശം വരുന്നത്. ഇനി നമുക്ക് താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മളിവിടെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കാലിൻ്റെയും താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുവാണ്. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ക്രോച്ചിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്നും താഴേക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ആവശ്യമായിട്ടുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ വേസ്റ്റ് റൗണ്ട് പാൻറ് ഇടുന്ന ഭാഗത്തെ അളവ് അതിൽ നിന്നൊരു 3-4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം 2 ഇലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗം ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ ഈ മുകളിൽ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുകൾ വശം ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ആദ്യം നമ്മുടെ ഇവിടെ തേര് വശമാണ് വന്നേക്കുന്നത്. 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് ഒരു പോയിൻ്റ് ക്ലോത്ത് നിൽക്കുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇലാസ്റ്റിക്കിലൂടെ സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ ഇലാസ്റ്റിക് ചേർത്ത് വെച്ചതിൻ്റെ കൂടെ സ്റ്റിച്ച് ഇട്ടെടുക്കരുത്. ഇലാസ്റ്റിക്കിൻ്റെ വെളിയിലൂടെയാണ് ക്ലോത്ത് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇലാസ്റ്റിക്കിൻ്റെ സൈഡിലൂടെ ക്ലോത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളരുത്. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് വേണമെങ്കിൽ നമുക്ക് വെളിയിലേക്ക് എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇലാസ്റ്റിക് എത്താതെ വരും. എന്നിട്ട് നമ്മൾ ഒന്ന് ഇലാസ്റ്റിക് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഇലാസ്റ്റിക് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വരുന്നതിനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ പിടിച്ച് വേസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ 2 സൈഡിലേക്കൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കണം. അന്നേരം ഇലാസ്റ്റിക് എല്ലാം കറക്റ്റ് എല്ലായിടവും ഒരുപോലെ വരുന്നതാണ്. ഇനി തിരിച്ചിട്ടതിന് ശേഷം നല്ല വശം ഇപ്പം പുറമേ ആയിട്ടുണ്ട്. നല്ല വശം പുറമേ ഇട്ടെടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഇവിടെ കറക്റ്റ് ഫിനിഷിങ്ങോടുകൂടി ഇപ്പം നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് സൂചി കുത്തി നിർത്തിയതിന് ശേഷം പ്രഷർ ഫുട്ട് താഴ്ത്തി 2 സൈഡിലേക്കും ഇതുപോലെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുക്കാനായിട്ട്. 2 കൈ കൊണ്ട് ഇതുപോലെ വലിച്ചു പിടിച്ച് വേണം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഹൈപ്പ് ചെയ്യുമ്പോഴാണ് വീഡിയോ ഒത്തിരി പേരിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.